പ്രൈസലോ കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിലെ സ്നേഹവചനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കി, എപ്പോൾ മുൾപ്പടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ്. നമ്മൾ ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത്, യഹോവയുടെ ദൂതൻ യഹോവയുടെ ദൂതൻ മുൾപ്പടർപ്പിന്റെ നടുവിൽ എന്ന് പറയുമ്പോഴേ പ്രൈസലോ, ദൈവം ഈ കാലഘട്ടത്തിലും മോശയുടെ കാലഘട്ടത്തിലും ഇനി മോശയ്ക്ക് മുമ്പുണ്ടായിരുന്ന ആദിമസഭയിലെ ഭക്തന്മാർക്കുമൊക്കെ പ്രത്യക്ഷമായത് വ്യത്യസ്തമായ നിലകളിലാണ്. അപ്പം ഓരോരുത്തർക്കുടെയും ജീവിതത്തിൽ കർത്താവ് സന്ദർശിക്കുന്നതും കർത്താവ് പ്രവർത്തിക്കുന്നതും കർത്താവ് ഇടപെടുന്നതും ഒക്കെ പ്രത്യേകമായ രീതിയിലായിരിക്കും. ചിലരുടെ ദൈവ സ്വപ്നത്തിലൂടെ, ദർശനത്തിലൂടെ, വെളിപ്പാടിലൂടെ, വചനത്തിലൂടെ, പ്രസംഗത്തിലൂടെ, വചന ധ്യാനത്തിലൂടെ, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, ആരാധനയിലൊക്കെ വ്യത്യസ്തമായ നിലയിലാണ് ദൈവം നമ്മോട് ഇടപെടുക എന്ന് പറയുന്നത്. അപ്പം ദൈവത്തിന്റെ ഇടപെടലുകൾ നമ്മളിൽ വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. പ്രേക്ഷകർ, അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ദൈവിക പരിജ്ഞാനത്തിലൂടെ നാം ജീവിച്ച ആത്മീയ നിറവിന്റെ അനുഭവത്തിൽ, ദൈവ ശുദ്ധിയിൽ, വിശുദ്ധിയിൽ, ദൈവഭക്തിയിലും ദൈവഭയത്തിലും ജീവിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് ദൈവിക ഇടപെടൽ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. പ്രേക്ഷകർ, എല്ലാവർക്കും ദൈവിക സന്ദർശനം എന്താണെന്നറിയില്ല. അതുകൊണ്ട് പലരും നിലവിളിക്കുകയാണ്. പലരും പറയും, ഞങ്ങൾക്ക് ദൈവത്തെ അറിയത്തില്ല, ദൈവത്തെ കണ്ടിട്ടില്ല, ദൈവം ഞങ്ങളോട് സംസാരിച്ചിട്ടില്ല, നിങ്ങൾ പറയുന്നത് ശരിയാണോ, ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കൂ എന്നൊക്കെ പലരും ചോദിച്ചതിന് പലപ്പോഴും മറുപടി പറയേണ്ടതുമായിട്ടുള്ള അനേക സാഹചര്യങ്ങളുണ്ട്. അതിന്റെ ഏരിയ എന്നോട് എപ്പോഴും മറ്റൊരു സമുദായത്തിൽപ്പെട്ട സഹോദരൻ ചോദിക്കും, നിങ്ങൾക്ക് യേശുവിനെ അറിയാമോ, നിങ്ങൾ യേശുവിനെ കണ്ടിട്ടുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ യേശുവിനെ പ്രസംഗിക്കുന്നത്? അപ്പൊ ഞാൻ അദ്ദേഹത്തോട്, ഞങ്ങൾക്ക് യേശുവിനെ വ്യക്തമായിട്ട് അറിയാം, ഞങ്ങൾക്ക് യേശുവിനെ വ്യക്തമായിട്ട് തിരിച്ചറിയാം, ഞങ്ങൾ വ്യക്തമായിട്ട് അനുഭവിച്ചറിഞ്ഞു, അതുകൊണ്ടാണ് ഞങ്ങൾ യേശുവിനെ പ്രസംഗിക്കുന്നത്. ഞങ്ങൾ അറിയാത്ത ഒരാളിനെ ഞങ്ങൾക്ക് പ്രസംഗിക്കാൻ പറ്റത്തില്ല. ആരെങ്കിലും പറഞ്ഞു കേട്ടതനുസരിച്ചല്ല ഞങ്ങൾ ചെയ്യുന്നത്. വ്യക്തമായി ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ, ഞങ്ങളുടെ രക്ഷകൻ, സ്വർഗമഹിമകളെ വെടിഞ്ഞ് ഈ താണഭൂമി വന്ന് ഞങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തി ശുദ്ധീകരണം നൽകി, മരണമുണ്ടെന്നും മരണാനന്തര ജീവിതമുണ്ടെന്നും സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നും ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, അവന്റെ ജീവിത വിശുദ്ധി എന്തായിരിക്കണം എന്നൊക്കെ ഞങ്ങളെ യഥാർത്ഥത്തിൽ പഠിപ്പിച്ച് മനസ്സിലാക്കി തന്ന നല്ലൊരു ഗുരുവുണ്ട് ഞങ്ങൾക്ക്. ആ നല്ല ഗുരു കർത്താവായ യേശുക്രിസ്തുവാണ്. അല്ലേ? അതുകൊണ്ട് യേശുവിനെ കുറിച്ച് ഞങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നു പറയുമ്പം അദ്ദേഹത്തിന് പലപ്പോഴും ദേഷ്യം തോന്നാറുണ്ട്. ഞാൻ പറയും, നിങ്ങൾ എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഞങ്ങളുടെ ഗുരുവിനെ കുറിച്ചില്ല പറയുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഗുരുവിന്റെ മഹാത്മ്യത നിങ്ങളൊന്ന് പറ, ഞാനത് കേൾക്കട്ടെ. അത് പറയാൻ വരുമ്പോൾ അദ്ദേഹത്തിന് വളരെ വിഭിഷ്ടമാണ്. അതെ, നമ്മുടെ ദൈവത്തെ കുറിച്ച് നമുക്ക് പറയുവാൻ കഴിയണം. അപ്പം മോശയുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ നിലയിലാണ് ദൈവം ഇടപെട്ടത്. യഹോവയുടെ ദൂതൻ മുൾപ്പടർപ്പിന്റെ നടുവിലാണ്. ഹല്ലേലൂയ. അപ്പൊ ചിലരുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ചില പരിവർത്തനങ്ങൾ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുമ്പോൾ ചിലരുടെയൊക്കെ ജീവിതം ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ദൈവം നമ്മളെ ഇടപെടുന്നത്, നമ്മോട് സംസാരിക്കുന്നത്, ദൈവം ചില അടയാളങ്ങളൊക്കെ നമ്മൾ ചെയ്ത് ഒരു അസാധാരണമായ ശുശ്രൂഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ, കഴിഞ്ഞ കാല ജീവിതത്തിന്റെ അനുഭവഗതികളേക്ക് മാറ്റിയിട്ട് ദൈവിക പാതയിലൂടെ നടത്തുവാൻ ദൈവം നമ്മെ ഉപയോഗിക്കും. അല്ലേലിയ. അങ്ങനെ ദൈവം നമ്മെ ഉപയോഗിക്കുമ്പോൾ കർത്താവ് ചില അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യും. കർത്താവ് ഇന്ന് നിങ്ങളെ സന്ദർശിക്കുവാൻ ആഗ്രഹിക്കുക. ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാവേ, സഹോദര സഹോദരി, നിങ്ങൾ ആരുമായിരിക്കട്ടെ, ദൈവം നിങ്ങളെ ഒന്ന് സന്ദർശിപ്പാൻ ആഗ്രഹിക്കുക. മുൾപ്പടർപ്പിന്റെ നടുവിൽ മോശയ്ക്ക് പ്രത്യക്ഷനായ ദൈവം. ഈ വചനം എന്ന് പറഞ്ഞാല്, ഈ പുറപ്പാട് 3:2 ഈ വാക്യം എന്ന് പറഞ്ഞാല് ഒറ്റയടിക്ക് പ്രസംഗിച്ചു തീർക്കാൻ പറ്റത്തില്ല. അതിനകത്ത് ഒരുപാട് കാതലായ വിഷയമുണ്ട്. നമ്മളതിനെക്കുറിച്ച് വരും ദിവസം ചിന്തിക്കുക തന്നെ ചെയ്യും. എൻ്റെ ഏരിയ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്, മോശയ്ക്ക് പ്രത്യക്ഷനായ ദൈവം നിങ്ങൾക്ക് പ്രത്യക്ഷനാകാം. നിന്റെ കുടുംബത്തിൽ, നിന്റെ മക്കൾക്കൊന്ന് പ്രത്യക്ഷനാകുവാൻ, ആ ദൈവസാന്നിധ്യം നിന്റെ കുടുംബത്തിലേക്ക് നിറങ്ങി വരുവാൻ നീ ആഗ്രഹത്തോടു കൂടി ഇരിക്കുന്ന വ്യക്തിയാണെങ്കിൽ
ആഗ്രഹിക്കുന്ന മനസ്സുകളെ തൃപ്തിപ്പെടുത്തുന്നതിനാണ് നമ്മുടെ ദൈവം. പ്രേക്ഷകോ, അതെ, നിങ്ങൾ ആഗ്രഹത്തോടെ ഇരിക്കുന്നെങ്കിൽ സഹോദര സഹോദരി, ദൈവം നിങ്ങളെ തൃപ്തിപ്പെടുത്തും. ഇവിടെ മതത്തിന് വലിയ പ്രചാരം, മതത്തിന് വലിയ പ്രാധാന്യം ഞാൻ കൊടുക്കുന്നില്ല. കാരണം മതം ദൈവം ഉണ്ടാക്കാത്തതും മത സ്ഥാപകനല്ലാത്തത് കൊണ്ടും ദൈവം സകല ജനത്തെയും മോശയ്ക്ക് വെളിപ്പെട്ടതുപോലെ വെളിപ്പെടാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടും നിങ്ങളെല്ലാം ദൈവത്തിന്റെ മക്കളെന്നുള്ള നിലയിലാണ് ഞാൻ കാണുന്നത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ദൈവം നിങ്ങളെ സന്ദർശിപ്പാൻ ആഗ്രഹിക്കുക, അതിന് നിങ്ങൾ തയ്യാറാണ്. പ്രൈസ് ലോർഡ്. യുവാക്കന്മാരോട് ചോദിക്കട്ടെ, ഹല്ലേലൂയ, ദൈവം നിന്നെ ഒന്ന് സന്ദർശിപ്പാൻ ആഗ്രഹിക്കുന്നു, നീ അതിന് തയ്യാറാണോ? ഹല്ലേലൂയ. നമുക്ക് ഈ ശൈശവത്തിലും ബാല്യത്തിലുമുള്ള കുഞ്ഞുങ്ങളെ ഒന്ന് മാറ്റി നിർത്തിയിട്ട്, എന്ന് പറഞ്ഞാൽ അവർ ഒഴിവാക്കില്ല, അവർക്ക് തിരിച്ചറിവായിട്ടില്ല. അവരുടെ കാര്യം എന്താണ് ദൈവം തീരുമാനിച്ചു. ഈ കൗമാരത്തിലേക്ക് വന്നവരും പിന്നെ ഈ യൗവനത്തിലേക്കും വാർദ്ധക്യത്തിലേക്ക് എത്തിയവരുടെ ചോദിക്കട്ടെ, യേശു നിന്നെ ഒന്ന് സന്ദർശിപ്പാൻ ഇന്ന് ആഗ്രഹിച്ചാൽ നിന്നെ പൂർണ്ണമായിട്ടൊന്ന് വിട്ടുകൊടുക്കാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പലരോടും നിങ്ങളത് ചോദിച്ചു നോക്കണം. അങ്ങനെ ചോദിക്കുമ്പോൾ പലരും പല ഉപാധികളും പല കാര്യങ്ങളും പറഞ്ഞ് ഒഴിവുകഴിവ് പറഞ്ഞ് മാറുന്ന കാണാൻ കഴിയും. ഞാൻ പലരോടും ഇതൊക്കെ ചോദിക്കാറുണ്ട്. ഹല്ലേലൂയ. ചോദിക്കുമ്പോൾ പലരുടെയും വാക്കുകൾ വ്യത്യസ്തമായ നിലയിലായതുകൊണ്ട് ഞാൻ അവരോടൊക്കെ പറയുന്നത്, നിങ്ങൾക്ക് യേശുവിനെ കാണാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്, ദൈവത്തെ കാണാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ ആവശ്യങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ രീതികളും നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ചിന്തിച്ചാൽ ദൈവമായിട്ട് ഒരു ബന്ധവുമില്ല. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരോടൊക്കെ ദൈവം ഹല്ലേലൂയ പറയുകയാണ്, നീയും ഞാനുമായി ഒരു ബന്ധവും ഇല്ലെങ്കിലും ഞാൻ നിന്നെ ഒരു ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെയും സഹോദരങ്ങളെയും പറയട്ടെ, നിങ്ങളും ദൈവമായിട്ട് ഒരു ബന്ധമില്ലെങ്കിലും ദൈവം യേശു നിങ്ങളിൽ ഒരു ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുക. അവൻ നിങ്ങളെ നിങ്ങളെ അവന്റെ ഭവനത്തിലേക്ക് ചേർക്കാൻ ആഗ്രഹിക്കുക. ദൈവിക ഭവനത്തിലേക്ക് ചേർക്കാൻ ആഗ്രഹിക്കുന്നു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലെ നിങ്ങളെ നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ ദൈവത്തിന്റെ മകനാക്കി മകളാക്കി മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. നിന്നിലൂടെ ചില അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം നിന്നെ ശക്തമായി ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കാൻ ആഗ്രഹിക്കുക. നീ തയ്യാറാണോ? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഒറ്റ വാക്കിൽ വേണേൽ മറുപടി പറയാൻ വേണേൽ നിങ്ങൾക്ക് ആലോചിച്ചിട്ട് പറയാം. നിങ്ങൾക്ക് എന്തുകൊണ്ടും കമന്റ് ബോക്സിലൊക്കെ എത്തിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഒരു ദിവസം യാക്കോബിനെ ദൈവം സന്ദർശിച്ചത് വ്യത്യസ്തമായ നിലയിലാണ്. അതിനെക്കുറിച്ച് വേദപുസ്തകം വായിക്കുന്ന 32-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 28-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ 28-ൽ വായിക്കും ഇങ്ങനെയാണ്: നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചത് കൊണ്ട് നിന്റെ പേരിനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്ന് അവൻ പറഞ്ഞു. യാക്കോബിനെ ദൈവം സന്ദർശിച്ചതാണ്. ആ ഉൽപ്പത്തി പുസ്തകം 32-ന്റെ 22 തൊട്ട് വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യാക്കോബിന്റെ ഒരു മൽപ്പിടുത്തം. പറഞ്ഞൊന്ന് വായിക്കാം. രാത്രിയിൽ അവൻ എഴുന്നേറ്റ് തന്റെ 2 ഭാര്യമാരെയും 2 ദാസിമാരെയും 11 പുത്രന്മാരെയും കൂട്ടി യാബോക്ക് കടവ് കടന്ന് അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനക്കരെ കടത്തി. തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. തന്റെ 2 ഭാര്യമാരെയും 11 മക്കളെയും ആടുമാട് കന്നുകാലികളൊക്കെ ഉണ്ട്, അതിനെല്ലാം ആറ്റിനക്കരെ കടത്തിയതിനു ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. യാക്കോബ് തനിയെ ശേഷിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ഒരു പുരുഷൻ ഉഷസാഗോളം അവരോട് മല്ല് പിടിച്ചു. ഹല്ലേലൂയ. യാക്കോബിനെ ജയിക്കില്ല എന്ന് കണ്ടപ്പോൾ ആ പുരുഷൻ അവന്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ല് പിടിക്കിയാൽ യാക്കോബിന്റെ തുടയുടെ തടം ഉളുകിപ്പോയെന്നാണ്. ഹല്ലേലൂയ. എന്നെ വിടുക, ഉഷസുതിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന് നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ലെന്ന് യാക്കോബ് പറയാം. അപ്പൊ നോക്കി, യാക്കോബിനോട് ദൈവം ഇടപെട്ടത്, മോശയോട് ദൈവം ഇടപെട്ടത്. അപ്പൊ യാക്കോബിന് വെളിപ്പെട്ട ദൈവം, മോശയ്ക്ക് വെളിപ്പെട്ട ദൈവം, രണ്ടും വ്യത്യസ്ത നിലകളിലാണ്. അതേപോലെ ദൈവം നിന്നോട് ഇടപെടുന്നതും വ്യത്യസ്തമായ നിലകളിലാണ്. ഒരുപക്ഷെ നീ പകൽ സമയത്ത് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ധ്യാനിക്കുന്ന വേളയിലായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ രാത്രിയുടെ യാമങ്ങളിലായിരിക്കാം, നീ ഏതെങ്കിലും ആരാധന പങ്കെടുക്കുന്ന സമയത്തായിരിക്കാം, ഒരുപക്ഷെ നീ രോഗക്കിടക്കയിലായിരിക്കുമ്പോഴായിരിക്കാം, നീ കടന്നു പോകുന്ന മാനസിക സംഘർഷങ്ങളുടെ നടുവിലായിരിക്കാം. യാക്കോബിനോട് സംസാരിച്ച ദൈവം, മോശയോട് സംസാരിച്ച ദൈവം നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. വിശ്വസിക്കുന്ന കരമടിച്ച ദൈവത്തെ സ്തുതിച്ചാട്ട്. ഈ നാളുകൾ വരെ നീ ദൈവശബ്ദം കേട്ടിട്ടില്ലെങ്കിൽ ആ ദൈവശബ്ദത്തിന്റെ ആത്മാവിൽ കേൾപ്പിക്കുക ദൈവം ആഗ്രഹിക്കുമ്പോൾ നിന്നെ അതിനൊന്ന് ഒരുക്കി കൊടുത്താൽ എന്നെ കേൾക്കുന്ന മാതാവി പിതാവ് നിന്റെ സകല കഷ്ടതകളും മാറും.
ഹല്ലേലൂയ. അപ്പൊ നിന്റെ കുടുംബത്തിന്റെ കഷ്ടതകൾ മാറുവാൻ, സങ്കടങ്ങൾ മാറുവാൻ, ദുഃഖങ്ങൾ മാറുവാൻ, നിന്റെ കണ്ണുനീര് മാറുവാൻ, നിന്റെ കുടുംബത്തിനകത്ത് ഐശ്വര്യവും സമാധാനവും ഉണ്ടാകുവാൻ, നന്മയുടെ വാതിലുകളെ തുറക്കുവാൻ, അല്ലെങ്കിൽ ഇരുളിന്റെ ശക്തികളെ നിന്റെ കുടുംബത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞിട്ട്, ആധിപത്യങ്ങൾ നീക്കിക്കളഞ്ഞിട്ട്, സാത്താന്റെ തന്ത്രങ്ങൾ നിന്നെ വിടിവിച്ചിട്ട്, നിന്റെ കുടുംബത്തോടുള്ള പോരുകളും പോരാട്ടങ്ങളും ദൈവം നിന്നെ വിടിവിച്ച് പുറത്തെടുത്തിട്ട്, അല്ലെങ്കിൽ മോശയെ ദൈവം ശക്തമായി ദൈവങ്ങളിൽ പ്രയോജനപ്പെടുത്തിയതുപോലെ നിന്നെ, നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറയും ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, അതിന് നീയും നിന്റെ കുടുംബവും തയ്യാറാണെങ്കിൽ ഇന്നലകളിൽ നീ അനുഭവിച്ച പ്രതിസന്ധികൾക്ക് മുമ്പിൽ ഒരു പുതിയ തുടക്കം കുറിക്കാൻ പോവാ ദൈവം. ഹല്ലേലൂയ. വിശ്വാസികൾ സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ. അപ്പൊ ഈ യാക്കോബിനെ ദൈവം അല്ലെ നദിക്കരയിൽ തനിച്ചിരിക്കുന്ന സമയത്താണ് സന്ദർശിച്ചത്. അപ്പോസ്തലൻ പൗലോസ് ശൗലായിരുന്ന നാളുകളിൽ പെട്ടെന്ന് കർത്താവ് അവനെ ദമസ്കോസ് വീതിയിൽ വെച്ച് സന്ദർശിച്ചു. ഒരു രാത്രി മുഴുവനും ഹല്ലേലൂയ മത്സ്യം പിടിച്ച് യാതൊന്നും ലഭിക്കാതിരുന്ന പത്രോസിനെ ദൈവം സന്ദർശിച്ചു. ഹല്ലേലൂയ. പടക് മുങ്ങുവാറാകുവോളം മത്സ്യം നൽകി. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം, അപ്പോസ്തലപ്രവൃത്തി 9 വായിക്കുമ്പോൾ ശൗലായിരുന്ന പൗലോസ് ഈ മാർഗക്കാരെല്ലാം പിടിച്ചു കിട്ടി യെരൂശലേമിൽ കൊണ്ടുവന്ന് കൊന്നുകളയാൻ മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം വാങ്ങി യാത്ര ചെയ്യുമ്പോഴാണ് ദമസ്കോസിൽ വെച്ച് നമ്മുടെ ദൈവം പൗലോസിനെ സന്ദർശിക്കുന്നത്. അപ്പൊ പൗലോസ്, നീ ആരാകുന്നു കർത്താവേ? ഹല്ലേലൂയ. അപ്പം യേശു പറയാം, നീ ഉപദ്രവിക്കുന്ന യേശു. ഹല്ലേലൂയ. അപ്പം പൗലോസിനോട് ഇടപെട്ടത് ഒരു രാത്രി മുഴുവൻ പടകുമായിട്ട് കടലിൽ കൂട്ടുകാരുമായിട്ട് മീൻപിടുത്തത്തിന് പോയി ഒന്നും കിട്ടാതെ പ്രഭാതത്തിൽ വന്ന് പടകിൽ നിറങ്ങി വല കഴുകുമ്പോഴാണ് നമ്മുടെ കർത്താവ് കടക്കരയിൽ നിന്നുകൊണ്ട് പത്രോസിന്റെ പടകിൽ അല്ലെങ്കിൽ കയറിയിരിക്കുന്ന സുവിശേഷം പറയുന്നു. പിന്നീട് യേശു പറഞ്ഞ ഈ ആഴത്തിലേക്ക് നീക്ക്. അപ്പം പത്രോസ്, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് വലയിറക്കാം എന്ന് പറഞ്ഞ് വലയിറക്കി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? പെരുത്ത മീൻകൂട്ടം പത്രോസിന്റെ പടകിൽ നിറഞ്ഞു വന്ന് ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായം 1 തൊട്ട് താഴോട്ട് വായിച്ചേ കാണാൻ കഴിയും. എന്നെ വായിച്ചപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് കേട്ടോ. അപ്പം ദൈവത്തിന്റെ ഇടപെടിയില് മോശയുടെ മുൾപ്പുറപ്പിലാണെങ്കിൽ യാക്കോബിന്റെ നദിക്കരയിൽ വെച്ച, പൗലോസിനോട് ദമസ്കോസ് വീതിയിൽ വെച്ച, പത്രോസിനോട് കടൽക്കരയിൽ വെച്ച, നിന്നോട് ദൈവം ഇടപെടുന്ന വ്യത്യസ്തമായ നിലപാടുകളെ കുറിച്ച് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ കുടുംബത്തിനകത്ത് ഹല്ലേലൂയ അത്ഭുതങ്ങൾ ചെയ്യും. ദൈവം നിന്നെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. യേശു നിന്നെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുക. യേശു നിന്നെ സ്വന്തമായിട്ട് നിന്നെ മണവാട്ടിയായിട്ട് സ്വീകരിക്കാൻ ആഗ്രഹിക്കുക. ദൈവത്തിന്റെ സഭയെന്ന് പറയുന്ന മണവാട്ടിയാണ് കേട്ടോ. അപ്പം വീണ്ടെടുക്കപ്പെട്ടെന്ന ദൈവമക്കൾ രക്ഷയിലേക്ക് വരുന്ന, വിശുദ്ധിയിലേക്ക് കടന്ന, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തെ അനുകരിക്കുന്ന കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിക്കുന്ന സകല മക്കൾക്കും നമ്മുടെ കർത്താവ് മണവാളനാണ്. ദൈവമക്കൾ മണവാട്ടിയാണ്. അപ്പൊ നമ്മുടെ ആത്മപ്രിയൻ അല്ലെങ്കിൽ ആത്മ മണവാളൻ നിന്നെ സ്വന്തമായിട്ട് സ്വീകരിക്കാൻ ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിനക്ക് അല്ലെങ്കിൽ ഒന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നെങ്കിൽ ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിന്റെ ക്ലേശങ്ങളിലൊക്കെ ദൈവം വിടുവിക്കും. എത്ര നാളുകളായി നിങ്ങളിങ്ങനെ സങ്കടം അനുഭവിക്കുന്നത്? ഒരു സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഈ മെസ്സേജ് കേൾക്കുന്നുണ്ടോ? നിനക്ക് വീടുണ്ട്, സ്ഥലമുണ്ട്, വണ്ടിയുണ്ട്, പണമുണ്ട്, മക്കളൊക്കെ വിദേശത്താണ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ശരിയാ. പക്ഷെ ഒരു സന്തോഷം നീ ആഗ്രഹിക്കുന്നില്ലേ? ഒരു സമാധാനം നീ ആഗ്രഹിക്കുന്നില്ലേ? എല്ലാം ഉണ്ടെങ്കിൽ പറഞ്ഞാലും നിനക്ക് ചില സമയം നിന്റെ ജീവിതം ദുഃഖത്തിന്റെ കരിനിഴലല്ലേ? ഹല്ലേലൂയ. ഒത്തിരി അങ്ങനെയാണത് എന്ന് പറഞ്ഞാൽ കാർമേഘം ഉരുണ്ടുകൂടി വരുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ നടുവിൽ ഒരു സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ പ്രകാശം ആ കാർമേഘത്തിനിടയിലൂടെ പ്രതിഫലിച്ച് പ്രകാശം തരുന്നത് പോലെ നിന്റെ ജീവിതത്തിൽ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി വരുമ്പോൾ അതിന്റെ നടുവിൽ ഒരു പ്രകാശം തന്ന പ്രകാശത്തിലൂടെ നിന്നെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിവുള്ളവനാണ് ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്ന ക്രിസ്തു. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ഇത് പറയാൻ കാരണം, ഒരുപാട് ആളുകൾ പറയും എന്റെ പാസ്റ്റർ എല്ലാം വീട്ടിലുണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്, ഒന്നിനും കുറവില്ല, പക്ഷെ സമാധാനത്തോട് ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ കഴിയുന്നില്ല പാസ്റ്റർ പ്രാർത്ഥിക്കാതെ. ഞാൻ ചോദിക്കും, എന്താ കാരണം? അച്ചായം മദ്യവെച്ച് ഒരു സുബോധവും ഇല്ലാതെ എന്നും വീട്ടിൽ പേരുള്ള ഞാൻ എന്ത് ചെയ്താലും എന്നെ ഇഷ്ടമില്ല. ചില സഹോദരന്മാരുടെയൊക്കെ എന്ന് പറഞ്ഞു 99% സഹോദരന്മാരുടെ ചിന്ത, സഹോദരിമാര് വീട്ടിലെ എന്തോ റോബോട്ടാണ്.
എന്ന് പറഞ്ഞാൽ സഹോദരിമാർ വീട്ടിലെത്തുക, സഹോദരന്മാരുടെ മക്കളെ, ഭർത്താക്കന്മാരുടെ അവരുടെ ഉള്ള തുണി നനയ്ക്കുക, മുറ്റം തീർക്കുക, വീട്ടിനകത്ത് അടിച്ചുമാരി തുടയ്ക്കുക, ജനലും ജനാലച്ചിന്നുകളെല്ലാം കഴുകുക, കടയിൽ പോവുക, മക്കളെ സ്കൂളിൽ വിടുക, അവരെ നോക്കുക, വളർത്തുക, അമ്മായിമ്മയെ മരുമോളെ അങ്ങനെ എല്ലാവരെയും നോക്കുക, പിന്നെ അവരുടെ ഇഷ്ടത്തിനെല്ലാം നിന്നു കൊടുക്കുക. അങ്ങനെ ചില എന്തോ ഒരു ഉപകരണം പോലെ സഹോദരന്മാരെ കാണുന്നത്. അങ്ങനെയല്ല കേട്ടോ. ഈ സഹോദരിമാർ ഒരു ദിവസം ചെയ്യുന്ന ജോലിയുണ്ട് വീട്ടിനകത്ത്. അടുക്കള പണ്ട് രാവിലെ എഴുന്നേറ്റ് പ്രഭാതത്തിൽ എഴുന്നേറ്റ് അവർ ചെയ്യുന്ന ജോലി എൻ്റെ സഹോദരൻ നീ ഒന്ന് ചെയ്തു നോക്ക്. ആ സഹോദരിമാർ ചെയ്യുന്ന ജോലി നീ, അല്ലെങ്കിൽ അവർ വൈകിട്ട് കിടക്കാൻ പോകുന്നവരെ വരെ ചെയ്യുന്ന ജോലി നീ ഒന്ന് ചെയ്തു നോക്ക്. അപ്പോഴേ നിനക്ക് എൻ്റെ നമ്പർ അറിയുള്ളൂ. എൻ്റെ ഒരു അപ്പൊ നിങ്ങൾ പറയും ഈ പാസ് സഹോദരിമാരെ പുലർത്തി പറയാം. അങ്ങനെയല്ല കേട്ടോ. ഞാൻ വീട്ടിൽ പണിയെടുക്കുന്ന അളവുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ വൈഫ് ഉള്ള സമയത്തും ജോലി എടുക്കും. ഇവൻ്റെ വൈഫ് മരിച്ചിട്ട് 3 വർഷമായി. ഞാനാണ് എൻ്റെ വീട്ടിൽ പണിയെല്ലാം ചെയ്ത്, ഞാൻ പുറത്താകാനും കഴിക്കാത്ത ആളാണ്. അതുകൊണ്ട് എല്ലാം ഉണ്ടാക്കി കഴിക്കുന്നത്. അതുകൊണ്ട് എനിക്കറിയാം, മുമ്പേ എനിക്കറിയാം ഈ അടുക്കള പണി. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് കഷ്ടം സഹിക്കുന്നവരാണ്. എൻ്റെ ഏരിയ. അതുകൊണ്ട് പലരും പറയേണ്ട ഭാഷ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് ഞാൻ പറയട്ടെ സഹോദരൻ, നിന്നോട് ദൈവം സംസാരിപ്പാൻ ആഗ്രഹിക്കുമ്പോൾ മോശ ദൈവത്തിൽ നിന്ന് വിധേയപ്പെട്ടതുപോലെ, യാക്കോബ് ഏൽപ്പിച്ചു കൊടുത്തതുപോലെ, പൗലോസും പത്രോസും ഒക്കെ സമർപ്പിച്ചു കൊടുത്തതുപോലെ നീ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിന്റെ ജീവിതത്തിനകത്തെ കുടുംബത്തെ ഇരുള് മാറും. എല്ലാം ഉണ്ട്, ശരിയാ. പക്ഷെ സന്തോഷമില്ലല്ലോ. അല്ലേരി സന്തോഷമാണ് നമുക്ക് ആവശ്യം. അല്ലേരി ഇവിടെ അല്ലേരി നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അല്ലേരിയ ഇടക്കൈയും വലക്കൈയും തിരിച്ചറിയാൻ കഴിയാത്ത 1,20,000 ചിരുവാനും ജനം വസിക്കുന്ന നിനവേ പട്ടണത്തിലേക്ക് യോനയോട് അല്ലെങ്കിൽ പോകാൻ പറഞ്ഞപ്പോൾ യോന എന്ത് ചെയ്തു? അല്ലെങ്കിൽ ആ നിനവേലേക്ക് പോകാതെ തർശീശിലേക്ക് പോയി. ആ യോനയെ ദൈവം സന്ദർശിച്ചെങ്ങനെ? ആ കപ്പലിന്റെ രക്ത സമുദ്രത്തിന്റെ ആഴങ്ങൾ ഇട്ട് കളഞ്ഞ് മഹാമത്സ്യത്തെ അല്ലെങ്കിൽ അയച്ച മഹാമത്സ്യത്തിനെ വിഴുങ്ങി ആ മഹാമത്സ്യത്തിന്റെ വയറ്റിൽ കിടക്കുമ്പോഴാണ് അവൻ ദൈവത്തോട് നിലവിളിക്കുന്നു. ആ മഹാമത്സ്യം അവനെ കൊണ്ടുവന്ന് കരയ്ക്ക് ഛർദ്ദിച്ചിടുന്നു. പിന്നീട് ആ ദൈവശബ്ദത്തിന് മുമ്പാകെ യോന വിധേയപ്പെട്ട് നിലവിൽ ചെന്ന് ദൈവവചനം വിളിച്ചു പറയുന്നതും നിലവിക്കര വചനം കേട്ടോ മാത്രം എന്ത് ചെയ്തു? അവർ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങി. ആടുമാട് കന്നുകാലികളെല്ലാം ഉപവാസമായിട്ട് നിങ്ങളെ വായിച്ചത്, ഇവരുടെ പുസ്തകം വായിച്ചു നോക്കി. അതൊക്കെ വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അല്ലേ? ആ വചനമൊക്കെ വായിക്കുമ്പോൾ ഇവിടെ ആത്മാവിൽ വളരെ സന്തോഷമാണ്, ആത്മാവിന് വളരെ തണുപ്പാണ്. അപ്പൊ ദൈവത്തിന്റെ കരുതൽ എത്ര! ഒരു പട്ടണത്തിനകത്ത് 1,20,000 ചിരുവാനും ജനമുണ്ടെന്ന് ദൈവത്തിന് ആരുടെയും സെൻസസ് എടുക്കേണ്ടി വന്നില്ല. പ്രൈസലോ. ഇന്ന് നമ്മുടെ രാജ്യത്ത് എത്ര ജനമുണ്ടെന്ന് നമ്മുടെ രാജ്യത്തിന് അറിയത്തില്ല. നമ്മുടെ കേരളത്തിൽ എത്ര ജനമുണ്ട്, ഭാരതത്തിൽ എത്ര ജനമുണ്ട്, ലോകരാജ്യം എത്ര ജനമുണ്ടെന്ന് അറിയത്തില്ല. നമ്മളിതിൽ ഊഹാപോഹ കണക്കുകളാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു വാർഡിൽ എത്ര ജനമുണ്ടെന്ന് ആ വാർഡിന്റെ മെമ്പർക്ക് പോലും അറിയത്തില്ല. എന്നാൽ നമ്മുടെ കർത്താവിക്ക് നമ്മുടെ കേരളത്തിൽ എത്ര ജനമുണ്ടെന്ന്, നിലവേ പോലെയുള്ള ഒരു രാജ്യത്ത് എന്ന് പറഞ്ഞാൽ കേരളം പോലൊരു രാജ്യത്തിനകത്ത് എത്ര ജനമുണ്ടെന്ന് കറക്റ്റ് എണ്ണി തിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നവരാ ദൈവം. അതിലൊരുവൻ നിങ്ങളാണ്. പ്രൈസലോ. അല്ലേലിയ. അപ്പൊ നമ്മുടെ ദൈവം ആരാണ്? അല്ലേലിയ. അത് എന്നെ കേൾക്കുന്ന ദൈവം മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് മോശയോട് സംസാരിച്ചതുപോലെ ദൈവം നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിന്നെ ഒന്ന് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കണം. എൻ്റെ ഏരിയ വീണ്ടും ദൈവത്തിന്റെ വചനം വായിക്കണം. ആ മുൾപ്പടർപ്പിൽ ദൈവത്തിന്റെ അഗ്നി ആളിക്കത്തി. ആ മുൾപ്പടർപ്പിനകത്ത് ദൈവത്തിന്റെ അഗ്നി ആളിക്കത്തി ഭൂമിയിൽ തീയിടുവാൻ വന്ന കർത്താവ്. നമ്മൾ 20:12-49 വായിക്കുമ്പോൾ ഞാൻ ഭൂമിയിൽ തീയിടുവാൻ വന്നിരിക്കുന്നു. അത് ഞാൻ ആ വാക്യം പറഞ്ഞു നിർത്തി. ആ വാക്യത്തിന്റെ പ്രസംഗത്തിലേക്ക് പോകാൻ സമയമില്ല, അതിന് വേറെ സമയം നമുക്ക് കണ്ടെത്താം. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്യം ഞാൻ ഇങ്ങനെ ഞാൻ ഭൂമിയിൽ തീയിടുവാൻ വന്നിരിക്കുന്നു. ആ പറഞ്ഞ കർത്താവ് മുൾപ്പടർപ്പിന്റെ നടുവിൽ ആ തീയിട്ടപ്പോൾ, മുൾപ്പടർപ്പിന്റെ നടുവിൽ ആ തീയിട്ട് കഴിഞ്ഞപ്പോൾ മോശയ്ക്ക് അസാധാരണമായ ഒരു അത്ഭുതമായി തോന്നി. ഹല്ലേലൂയ എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവിന്റെ തീയിടുവാൻ വന്ന നമ്മുടെ കർത്താവ്, ഹല്ലേലൂയ, ഈ മുൾപ്പടർപ്പിലും ഭൂമി തീയിടുവാൻ വന്ന കർത്താവ് ഈ മുൾപ്പടർപ്പിനകത്തും തീയിട്ടു. ഏതാ? മോശ കണ്ട മുൾപ്പടർപ്പിനകത്തും തീയിട്ടു. എൻ്റെ ഏരിയ ചിലർ ഈ തീയിട്ടു എന്ന് പറയുമ്പോൾ പണ്ടാരോ എഴുതി വെച്ചൊരു ഗോപാലകൃഷ്ണൻ എഴുതി വെച്ചു, യേശു മുഴുവൻ തീയിട്ട് നശിപ്പിക്കാൻ വന്ന, അതുകൊണ്ടാണ് ഭൂമി മുഴുവൻ അവിടെ ഇവിടെയെല്ലാം തീ പിടിക്കുന്നത്, കാട്ടു തീ പിടിക്കുന്നത്, എല്ലാം നശിക്കുന്നതെല്ലാം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് വചനം അറിയത്തില്ലാത്തൊരു ചില അവർ തെറ്റായ വ്യാഖ്യാനങ്ങളൊക്കെ ചെയ്ത് കുറെ കൈയടി വായിച്ചു. ഭൂമി പോലും ഇല്ലെന്ന് നിങ്ങൾ ഓർക്കണം കേട്ടോ. സ്വതം ദൈവത്തോട് കളിക്കുകയാണ്. അപ്പം ഭൂമിയിൽ തീയിടുവാൻ വന്ന കർത്താവ് ആ മുൾപ്പടർപ്പിലും തന്നെ തീയിടുവാൻ തീരുമാനിച്ചു. അല്ലെങ്കിൽ നമ്മുടെ ഭൂതകാല ജീവിതത്തിൽ നിങ്ങളൊരു മുൾച്ചെടി പോലെയായിരുന്നു. ഈ മുൾച്ചെടി എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കണം.
എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂതകാല ജീവിതത്തിലും നമ്മൾ ഇതുപോലൊരു മുൾച്ചെടി പോലായിരുന്നു. അല്ലേടിയ മുൾച്ചെടി പോലായിരുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആരെയും ഇഷ്ടമില്ല, നിങ്ങളെ ആർക്കും ഇഷ്ടമില്ല. നിങ്ങളുടെ ജീവിതം തന്നെ കയ്പായിട്ട് തോന്നുന്ന, പ്രയോജനമില്ലാത്തതെന്ന് തോന്നുന്ന നിലയിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന, മറ്റുള്ളവരെ കുത്തി നോവിക്കുന്ന ഒരു മുൾപ്പടപ്പായിരുന്നു നീ. മോശം എങ്ങനെയായിരുന്നു? ഒരു മുൾപ്പടപ്പിനെ മുൾപ്പടപ്പ് പോലെയുള്ള മോശയുടെ സ്വഭാവത്തെ ദൈവം എന്ത് ചെയ്യുന്നു? ആ പരിശുദ്ധാത്മാവാകുന്ന മുൾപ്പടപ്പിലിട്ട തീയിൽ, ആ തീയിൽ മോശയ്ക്ക് പ്രത്യക്ഷനായ ദൈവം എന്ത് ചെയ്തു? മോശയുടെ ജീവിതത്തിലെ മുള്ളിന്റെ അനുഭവങ്ങൾ, മുൾപ്പടപ്പിന്റെ അനുഭവങ്ങൾ ആർക്കും വേണ്ടാതിരുന്ന മോശയെ പിന്നത്തേതിൽ എന്ത് ചെയ്തു? ദൈവത്തിന് ആവശ്യമായി ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിന്റെ കഴിഞ്ഞകാല ഭൂതകാല ജീവിതം ഒരു മുൾപ്പടപ്പായിരുന്നു. നിന്നെ ആർക്കും വേണ്ടായിരുന്നു, ആർക്കും നിന്നെ ഇഷ്ടമില്ലായിരുന്നു. എല്ലാവർക്കും നീ പ്രതികൂലമായി, എല്ലാവരെയും മുള്ളു കുത്തി നോവിക്കുന്ന പോലെ നീ പനിന് കുത്തി നോവിച്ച അനുഭവമാണ്. അങ്ങനെ ആർക്കും വേണ്ടാതിരുന്നപ്പോഴാണ് ഭൂമിയിൽ തീടുവാൻ വന്ന കർത്താവ് നിന്നിലും ആ തീടുവാൻ, ആത്മാവിനെ തീടുവാൻ ആഗ്രഹിച്ചത്. ആത്മാവിന്റെ തീന്റെ ഉള്ളിൽ വീണ പിന്നെ നിന്നെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ. ആത്മാവിന്റെ തീ വീഴണം. അല്ലേരിയ. അപ്പൊ നിങ്ങളുടെ മേൽ ഈ ആത്മീയ അഭിഷേകത്തെ ചൊരിയാൻ ദൈവം ആഗ്രഹിക്കുക. മുൾപ്പുറത്തിൽ ചൊരിഞ്ഞ, മുൾപ്പുറപ്പിൽ കാളിക്കത്തിയ തീയ, പരിശുദ്ധാത്മാവാകുന്ന തീയെ മുൾപ്പുറപ്പാകുന്ന നിന്റെ ഉള്ളിലേക്ക് ദൈവം കത്തിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ആ ആത്മാവിന്റെ തീ നിന്റെ ഉള്ളിൽ വന്നപ്പോൾ നിന്റെ ജീവിതത്തിൽ നിൽക്കുന്ന സകല മുള്ളുകളും ദൈവം നീക്കിക്കളയും. ജഡത്തിന്റെ പ്രവർത്തികളുടെ ഓരോ മുള്ളുകളാണ്. ഗലാത്യലേഖനം 5:18 തൊട്ട് വായിച്ചാൽ ജഡത്തിന്റെ പ്രവർത്തികളായി നിൽക്കുന്ന മുള്ളുകളെ കാണാൻ കഴിയും. അല്ലേരിയ. അതിനെല്ലാം ദൈവം കരിച്ചു കളയും. അല്ലേരിയ. ആത്മാവിന്റെ തീയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അല്ലേരിയ. അപ്പം ഇവിടെ കർത്താവ് ഫലം നൽകുന്ന നാരകത്തെ തിരഞ്ഞെടുത്തില്ല. ഈ നാരകം ഫലം നൽകുന്നതാണ്. ആ നാരകത്തെ ദൈവം തിരഞ്ഞെടുത്തില്ല. ഒരു മരത്തിൽ നിന്ന് ഇഷ്ടംപോലെ ഒലിവെണ്ണ ഉണ്ടാക്കിയെടുക്കുക. ആ ഒരു മരത്തെ തിരഞ്ഞെടുത്തില്ല. മുന്തിരിച്ചെടിയെ മുന്തിരിച്ചെടി അനവധി മുന്തിരി കിട്ടും, മുന്തിരിക്കുല കിട്ടും. ആ മുന്തിരിച്ചെടിയെ ദൈവം തിരഞ്ഞെടുത്തില്ല. ഒന്നുകൂടെ, നാരകത്തെ ദൈവം തിരഞ്ഞെടുത്തില്ല, ഒരു മരത്തെ ദൈവം തിരഞ്ഞെടുത്തില്ല, മുന്തിരിച്ചെടിയെ ദൈവം തിരഞ്ഞെടുത്തില്ല. പിന്നെ തിരഞ്ഞെടുത്ത ശാപത്തിന്റെ ചിഹ്നമായ മുൾപ്പടപ്പിനെ ദൈവം തിരഞ്ഞെടുത്തു. മുൾപ്പടപ്പ് പറഞ്ഞാൽ ശാപത്തിന്റെ ചിഹ്നമാണ്. ആ ശാപത്തിന്റെ ചിഹ്നമായ മുൾപ്പടപ്പാണ് നമ്മുടെ കർത്താവിന്റെ ശിരസിൽ അഴിച്ചിറക്കിയത് കേട്ടോ. അപ്പൊ ഈ ശാപത്തിന്റെ ചിഹ്നമായ മുൾപ്പടപ്പിൽ എല്ലാവരും വെറുക്കപ്പെടുന്ന മുൾപ്പടപ്പ്, എല്ലാവരും വെറുക്കപ്പെടുന്ന ഒരു മുൾപ്പടപ്പ്, മറ്റുള്ളവരെ കുത്തി വേദനിപ്പിക്കുന്ന മുൾപ്പടപ്പ്. അല്ലേ? അപ്പൊ ഈ മുൾപ്പടപ്പിനെ എല്ലാവരും വെറുക്കുക. മറ്റുള്ളവരെ ഈ മുൾപ്പടപ്പ് കുത്തി നോവിക്കുന്നത് കൊണ്ട് മുൾപ്പടപ്പെന്ന് പറയുന്നതേ എല്ലാവർക്കും വെറുപ്പാണ്. നിങ്ങളുടെ കയ്യിലോ കാലിലോ ഒക്കെ മുള്ളുകൾ കൊണ്ടിട്ടുണ്ടോ? ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. കാലിലും കയ്യിലും മുള്ളുകൾക്ക് കൊള്ളാത്തവർ അപൂർവം. ഇന്നത്തെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിലുണ്ട്. ഞങ്ങളൊക്കെ ഒരുപാട് കയ്യിലും കാലുകൾക്കും മുള്ളും ഒക്കെ കൊണ്ട് പണിയെടുത്ത് ജീവിച്ചു വന്ന് കഠിനാധ്വാനം ചെയ്ത് കാട്ടിലും നാട്ടിലും ഒക്കെ ആയിട്ട് ഒരുപാട് അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടുള്ളവരാണ്. മുള്ളു കുത്തിയാണ് വേദന അറിയാം. ഈ മുള്ള ഒരു ശാപമാണ്. അതുപോലെ നമ്മുടെ ജീവിതം ഒരു ശാപത്തിന്റെ ചിഹ്നമായിരുന്നു. മുൾപ്പടപ്പ് പോലെ ആർക്കും പ്രയോജനമില്ലാതെ, ആർക്കും വേണ്ടാത്തവനായി എല്ലാവരെയും മുൾപ്പടപ്പ് കുത്തി നോവിക്കുന്നത് പോലെ നീ നിന്റെ ഭവനത്തിനകത്ത് മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ബന്ധുക്കളെയും നാട്ടുകാരെയും ചാർച്ചക്കാരെയും അയൽവാസികളെയും സഭയുടെ ഇടയിലെല്ലാം നീ കുത്തി നോവിച്ചുകൊണ്ട് ആർക്കും വേണ്ടാത്ത, പ്രയോജനമില്ലാത്ത, പ്രയോജനരഹിതമായ നിന്റെ ഉള്ളിലേക്കാണ്, ആ മുൾപ്പടപ്പാകുന്നത് നിന്റെ ഉള്ളിലേക്കാണ് ദൈവം തീയിടാൻ ആഗ്രഹിക്കുന്നത്. മോശയ്ക്ക് പ്രത്യക്ഷമായില്ലേ? നീ ഒരു മുൾപ്പടപ്പായിരുന്നു. മുള്ളിന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയത്തില്ലേ? നിങ്ങളുടെ സ്വഭാവം നിങ്ങൾ നോക്കിയോ? നിങ്ങളൊരു മുള്ളാണോ ഈ സഹോദരൻ? നിങ്ങളൊരു മുൾപ്പടപ്പാണോ സഹോദര? അതായത് നിങ്ങളുടെ ഭൂതകാല ജീവിതം ഈ വർത്തമാന കാലഘട്ടത്തിൽ നിങ്ങൾ മുൾപ്പടപ്പായിട്ടല്ലേ നിൽക്കുന്നത്? എവിടെയും മുള്ള. നാലുപേര് കൂടുന്നിടത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുക, ഭിന്നത ഉണ്ടാക്കുക, കുടുംബത്തിൽ കലഹം ഉണ്ടാക്കുക, ജോലി സ്ഥലത്ത് കലഹം ഉണ്ടാക്കുക, ഭിന്നത ഉണ്ടാക്കുക, അധികാരികളുടെ കലഹം ഉണ്ടാക്കുക, ഭരണ സംവിധാനം കലഹം ഉണ്ടാക്കുക, സഭയ്ക്കകത്ത് കലഹം ഉണ്ടാക്കുക, മത നേതാക്കന്മാർ തമ്മിൽ കലഹിക്കുക, രാഷ്ട്രീയക്കാർ തമ്മിൽ കലഹിക്കുക. ഇതെല്ലാം മുള്ളുകളാണ്, എല്ലാം മുള്ളുകളാണ്. ആർക്കും പ്രയോജനമില്ലാത്ത മുള്ളുകൾ. ഇങ്ങനെയുള്ള മുള്ളുകൾ നടുവിലാണ് ദൈവം തീയിട്ടത്. ആ ഓരവിൽ വെച്ച മുൾപ്പടപ്പിൽ ദൈവം എന്ത് ചെയ്തു? ആ മുൾപ്പടപ്പിൽ തീയാൽ പ്രത്യക്ഷമാകുക. ആ മുൾപ്പടപ്പിൽ എത്രമാത്രം വലിയ മാഹാത്മ്യം ഉണ്ടെന്ന് നോക്കണം. മോശയുടെ മുൾപ്പടപ്പിൽ തീ അങ്ങോട്ട് വീണപ്പോൾ ആ മുൾപ്പടപ്പിന് എത്രമാത്രം മാഹാത്മ്യം ഉണ്ടായി.
അല്ലേറിയ മോശം ഉൾപ്പറപ്പിനോട് അടുക്കുവാൻ ചെന്നപ്പോൾ ഇങ്ങോട്ട് അടുക്കരുത്, വിശുദ്ധ സ്ഥലമായതുകൊണ്ട് കാലിന്റെ ചെരുപ്പൊക്കെ ഊരിക്കളയണം. ആ തീയുടെ നടുവിൽ നിന്നാണ് ദൈവം മോശയോട് സംസാരിച്ചത്. അത് എന്നെ കേൾക്കുന്ന മാതാപിതാ, മുൾപ്പടപ്പാകുന്ന നിന്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവാകുന്ന തീ വീണ് കഴിയുമ്പോൾ നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ, മുൾപ്പടപ്പിന്റെ നടുവിൽ നിന്ന് യേശു മോശയോട് സംസാരിച്ചതുപോലെ നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ വസിച്ചുകൊണ്ടാണ്, നിന്റെ ഹൃദയമാകുന്ന മന്ദിരത്തിനകത്ത് വസിച്ചുകൊണ്ടാണ് ദൈവം നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മുൾപ്പടപ്പായ സഹോദര സഹോദരി, നീ മടങ്ങി വരണം. അല്ലേലിയ, മുൾപ്പടപ്പായ നീ മടങ്ങി വന്ന് കർത്താവിന് വേണ്ടി നിന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ നീ ഒരു മുൾപ്പടപ്പായി മാറത്തിന്. നീ സൗരഭ്യം വീശുന്ന, സൗരഭ്യം നൽകുന്ന നല്ലൊരു പുഷ്പമായി, ദൈവത്തിന്റെ തോട്ടത്തിലെ ഏറ്റവും മനോഹരമായ ഒരു പുഷ്പമായി ദൈവം നിന്നെ തിരഞ്ഞെടുത്ത് നിന്റെ ചുറ്റുവട്ടത്തുള്ളവർക്കും നിന്റെ കുടുംബത്തിലുള്ളവർക്കും നീ കടന്നു പോകുന്നവർക്കെല്ലാം നീ സൗരഭ്യം വരുന്ന നല്ലൊരു പുഷ്പമാക്കി ദൈവം നിന്നെ മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ തയ്യാറാണോ? ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഇന്ന് നിങ്ങൾ ദൈവമേ, ഞാൻ ആർക്കും യാതൊരു പ്രയോജനമില്ലാത്തൊരു മുൾപ്പുറപ്പാണ് എന്ന് പറഞ്ഞ് നിങ്ങളെ തന്നെ താഴ്ത്തുകയാണെങ്കിൽ നിങ്ങളുടെ മേൽ കർത്താവിന്റെ കൃപ അഗ്നിയായി ആളിക്കത്തും. എന്ന് നിങ്ങൾ പറയണം, കർത്താവെ, ഞാൻ ആർക്കും വേണ്ടാത്തൊരു മുൾപ്പുറപ്പാണ്, എന്നെ ആർക്കും വേണ്ട. അതുകൊണ്ട് ഈ മുൾപ്പുറപ്പാകുന്നത് എൻ്റെ ഉള്ളിലേ തീരണം. ഞാൻ മുൾപ്പുറപ്പാണ്. എൻ്റെ വാക്ക് മുള്ളാണ്, എന്റെ നോട്ടം മുള്ളാണ്, എന്റെ കേൾവി മുള്ളാണ്, എന്റെ പ്രവൃത്തികളെല്ലാം മുള്ളാണ്. ഞാൻ ഭവനത്തിനകത്തൊരു മുള്ളാണ്, സഭയ്ക്കകത്തൊരു മുള്ളാണ്, ഞാൻ ജോലി സ്ഥലത്തൊരു മുള്ളാണ്. എന്നിൽ നിന്ന് പ്രവർത്തിക്കെല്ലാം മുള്ളിന്റെ സ്വഭാവമാണ്, മുള്ളിന്റെ രൂപമായിരിക്കുക. ആ മുള്ളിന്റെ സ്വഭാവമുള്ള, മുള്ളിന്റെ രൂപമുള്ള, ആർക്കും വേണ്ടാത്ത എന്നിലേക്ക് ആത്മാവിന്റെ തീവ് നീടണമേ. സന്തോഷമുണ്ടോ? നിന്നെ ഇന്ന് അങ്ങനെ ഉപയോഗിക്കാൻ ദൈവം ആഗ്രഹിക്കുക. എന്നെ കേൾക്കുന്ന മാതാവ്, ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളൊന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനൊക്കെ ജീവിത അനുഭവത്തിൽ ഒരുപാട് ക്ലേശങ്ങളിലൂടെ കടന്നു വന്ന ആളായതുകൊണ്ടാണ് ഞാനിതൊക്കെ പറഞ്ഞു. ഞാൻ പലർക്കും മുള്ളായിരുന്നു. ഞാൻ പലർക്കല്ല, എല്ലാവർക്കും മുള്ളായിരുന്നു. എൻ്റെ ദേശത്ത്, നാട്ടിലും, സമൂഹത്തിലും, നിയമത്തിലും എല്ലാം ഞാനൊരു മുള്ളായിരുന്നു. ആർക്കും പ്രയോജനമില്ലാത്തവൻ, എല്ലാവരും വെറുക്കപ്പെട്ടവൻ, നിന്ദിക്കപ്പെട്ടവൻ, അപമാനിക്കപ്പെട്ടവൻ, എല്ലാവരെല്ലാം തള്ളപ്പെട്ടവൻ, സ്വന്തം നാട് ഉപേക്ഷിച്ച് സ്വന്തം നാട് വിട്ട് പോകേണ്ടി വന്നവൻ, സ്വന്തം നാട്ടിൽ നിന്ന് ആരും അറിയാതെ ഒറ്റ പ്രഭാതത്തിൽ ആരും അറിയാതെ ഒളിച്ചോടി പോകുന്നില്ല ഞാൻ. എല്ലാവരും ആ ഒളിച്ചോടി പോകുന്ന മുൾപ്പുറപ്പാകുന്ന എന്റെ നടുവിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധന്മാവുന്ന തീ ഇറങ്ങി വന്നപ്പോൾ ആർക്കും പ്രയോജനമില്ലാതിരുന്ന എന്നെ പ്രയോജനമുള്ളവനാക്കി മാറ്റിയതിന്റെ കർത്താവാണ് എന്റെ എഴുതി. അതുകൊണ്ടാണ് ഞാൻ എന്റെ അനുഭവങ്ങളൊക്കെ ചേർത്ത് പറഞ്ഞു. ഞാനൊരു ദൈവദാസന്റെ പുസ്തകം വായിച്ചപ്പോൾ ആ ദൈവദാസൻ എഴുതി വെച്ചിരുന്ന ചില ചിന്തകളും ചില ആലോചനകളും ഒക്കെ എന്നെ വളരെ സ്പർശിച്ചു കേട്ടോ. ഞാൻ പറയുന്ന ചില ചിന്തകളും ചില ആലോചനകളാണ് നമ്മളെ യഥാർത്ഥത്തിൽ മനുഷ്യനാക്കി മാറ്റുന്നത്. ഞാൻ ഒരുപാട് ദൈവദാസന്മാരുടെ പുസ്തകം വായിക്കുന്നത്. അതിൽ ചില ദൈവദാസന്മാരെ ഞാൻ വളരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും വളരെ ചിലരൊക്കെ മരിച്ചു വരണം, ചിലരൊക്കെ മക്കൾ സുവിശേഷം വരെ ചെയ്ത് ഞാൻ അവരൊക്കെ വളരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന അവർ പറയുന്ന ഓരോ വാക്കുകളും അവർ പറയുന്ന ഓരോ സന്ദേശങ്ങളും ഒരു മുൾപ്പുറപ്പാകുന്നത് എൻ്റെ ഉള്ളിൽ തീ പോലെ ഇറങ്ങുന്നത്. അപ്പൊ ഞാൻ അതിലേക്ക് എടുത്ത് പ്രസംഗിക്കാറുണ്ട്. കാരണം എന്നെ രൂപാന്തരപ്പെടുന്ന ഈ വചനമാണ്. അല്ലേരിയ. അപ്പൊ നിന്നെ ആർക്കും വേണ്ടാതെ നീ മുൾപ്പുറപ്പായിരുന്നു. അല്ലേരിയ. നിങ്ങളുടെ കുറവുകൾ അല്ലേരിയ നിങ്ങൾക്ക് മനസ്സിലാക്കണം. നിങ്ങളുടെ അല്ലേരിയ ബലഹീനത നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ കർത്താവിനെ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവ് എന്നെ ഒന്ന് പ്രയോജനപ്പെടുത്തണമെന്ന് പറയുമ്പോൾ കർത്താവ് നിന്നെ തെരഞ്ഞെടുക്കും എന്ന് പറഞ്ഞാൽ ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ വേണ്ടി ദൈവം ലോകത്തിൽ ബോധമായത് തെരഞ്ഞെടുത്തതുപോലെ ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ നിനക്കാൾ അറിവും കഴിവും സാമർഥ്യവും ഒക്കെയുള്ള, നിന്നേക്കാൾ വിദ്യാഭ്യാസമുള്ള, നിന്നേക്കാൾ മഹാത്മ്യമുള്ള, സൗന്ദര്യമുള്ള സ്ഥാനമാനങ്ങളാൽ നിറയപ്പെട്ട് ഉന്നതാധികാര സ്ഥാനങ്ങളിൽ നിൽക്കുന്ന പലരെയും മാറ്റിയിട്ട് ജ്ഞാനികളെ ലജ്ജിക്കത്തക്ക നിലയിൽ ദൈവം നീയാകുന്ന മുൾപ്പുറപ്പിനെ തെരഞ്ഞെടുത്ത് നിന്റെ ഉള്ളിൽ ആത്മാവിന് തീയിട്ട് കഴിയുമ്പോൾ അല്ലേലൂയ പ്രയോജനമില്ലാത്ത നിന്നെ പ്രയോജനമുള്ളവരാക്കി മാറ്റും. അതിന് നമ്മൾ ഫിലോമോന്റെ പുസ്തകമൊക്കെ വായിക്കും. ഒനേസിമോസിന്റെ കാണാം, പ്രയോജനമില്ലാത്തവനെ പിന്നീട് പ്രയോജനമുള്ളവനാക്കി മാറ്റിയ ദൈവം. അല്ലേരിയ. ആർക്കും പ്രയോജനമില്ലാത്ത സഹോദര സഹോദരി, എന്നെ ഇതും പലരും പറയുന്ന എന്റെ പാസ്റ്റർ എന്നെ ആർക്കും വേണ്ട, എന്നെ ആർക്കും ഇഷ്ടമില്ല, ഞാൻ ആർക്കും പ്രയോജനമില്ലാത്തവനെ, പ്രയോജനമില്ലാത്തവളാണ്. ഞാൻ എന്ത് ചെയ്താൽ എന്ത് കഷ്ടപ്പെട്ടാലും ഞാൻ വീട്ടിൽ കിടന്ന് രാപകലില്ലാതെ ഞാൻ കിടന്ന് അധ്വാനിച്ചാലും എന്നെ ആർക്കും ഇഷ്ടമില്ല, എന്നെ ആർക്കും വേണ്ട.
ഞാൻ പ്രയോജനമില്ലാത്തവനാ, പ്രയോജനമില്ലാത്തവളാണെന്ന് പറഞ്ഞ് വിലപിക്കുന്ന മാതാപിതാക്കൾ, സഹോദരിമാർ ഒരുപാട് എന്നെ വിളിച്ചും പറഞ്ഞും പ്രാർത്ഥിച്ച് ഞാൻ അവർക്ക് ഒരുപാട് ആശ്വാസത്തിന്റെ സന്ദേശങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരോട് പറഞ്ഞിട്ടുണ്ട്, സഹോദരി, നീ ആർക്കും പ്രയോജനമില്ലാത്തൊരു മുൾപ്പറപ്പായി നിനക്ക് തോന്നിയാലും നിന്റെ ഉള്ളിലേക്ക് ദൈവം പരിശുദ്ധമാകുന്ന തീയിടാൻ ആഗ്രഹിക്കുന്ന തീ നിന്റെ ഉള്ളിൽ വന്നാൽ നിന്റെ ജീവിതത്തിന്റെ സ്വഭാവങ്ങളെല്ലാം ദൈവം കരിച്ചു കളയും. ആത്മാവിന്റെ തീ നിന്റെ ശരീരത്തെ മുൾപ്പറപ്പിന്റെ അനുഭവത്തെ മുഴുവൻ കരിച്ചു കളഞ്ഞിട്ട് നിന്നെ ആത്മാവിൽ ദൈവം ശുദ്ധീകരിച്ച് നിന്നെ ക്രമപ്പെടുത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് പലർക്കും അങ്ങനെ പ്രയോജനമായി പിന്നെ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, എന്റെ പാസ്റ്റർ ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, ചേട്ടൻ പള്ളി വരുന്നുണ്ട്, ഞങ്ങൾ ഒന്നിച്ച് പള്ളിയിൽ പോകുന്നു, ഞങ്ങൾ മക്കൾ ഒന്നിച്ചു പോകുന്നു, വൈകിട്ട് വീട്ടിൽ പ്രാർത്ഥനയുണ്ട്, പ്രഭാതത്തിൽ പ്രാർത്ഥനയുണ്ട്, ഞങ്ങളുടെ വീടിന്റെ സ്ഥിതി മാറി. പണ്ട് ഞങ്ങളുടെ ഭവനം തന്നെ ഒരു മുള്ളായിരുന്നു, ഇന്ന് ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഭവനമാകുന്ന മുൾപ്പറപ്പിലേക്ക് ആ തീ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഞങ്ങളുടെ ഭവനത്തിൽ ആ തീ ആളിക്കത്തിപ്പോൾ ഞങ്ങളുടെ ഭവനത്തിന്റെ 4 കോടിയിൽ നിറഞ്ഞിരുന്ന മുള്ളുകളെല്ലാം ദൈവം കരിച്ച് ഞങ്ങൾ ഇന്ന് ദൈവത്തിന്റെ സൗരഭ്യമാണെന്ന് പറഞ്ഞു. അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങളെ ദൈവം പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുക. അപ്പം ബലവാന്മാരെ രക്ഷിപ്പിക്കാൻ വേണ്ടി ബലഹീനമായ നിങ്ങളെ ദൈവം തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. നിങ്ങൾ പ്രയോജനമുള്ളതായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ദൈവഹിതം നിന്നെ നിറവേറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവഹിതം നിന്നെ നിറവേറ്റുവാൻ ഈ മുൾപ്പറപ്പിൽ കാണപ്പെട്ട രഹസ്യം എന്താണ്? ഈ മുൾപ്പറപ്പിൽ മോശ കണ്ട മുൾപ്പറപ്പിൽ കാണപ്പെട്ട രഹസ്യം എന്താണ്? ആ മുൾച്ചെടിയിൽ നിന്നും തീ ആളിക്കത്തുമ്പോൾ പോലും ആ മുൾപ്പറപ്പ് ഹല്ലേലൂയ സ്തോത്രം ദഹിക്കാതെയും കത്തിച്ചാമ്പലാകാതെയും ഇരുന്നു. ആ മുൾപ്പറപ്പില് ആളിക്കത്തിക്കൊണ്ടിരിക്കുക. നമുക്കൊരു തീ ആളിക്കത്തുന്ന മുൾപ്പറപ്പ്, തീ ആളിക്കത്തി അവസാനിച്ച് ആ മുൾപ്പറപ്പ് കാണത്ത് ചാരമായി മാറും. പക്ഷേ ഈ ഘോരമിൽ കണ്ട മുൾപ്പറപ്പിലെ തീ ആളിക്കത്തിയിട്ടും ആ മുൾപ്പറപ്പിന് ഒരു ഇല പോലും വാടിപ്പോകാതെ ആ മുൾപ്പറപ്പ് അതുപോലെ നിന്നെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനോട് ശക്തമായിട്ട് പറയുന്ന ദൂത സഹോദരി, നിന്റെ ഭവനമാകുന്ന ജീവിതമാകുന്ന മുൾപ്പറപ്പിലേക്ക് ഈ തീ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നിനക്കോ നിന്റെ കുടുംബത്തിന് ഒരു കേടുപാടും വരാത്ത നിന്റെ ജീവിതത്തെ അശുദ്ധമായ സ്വഭാവത്തെ മുഴുവൻ മാറ്റിയിട്ട് ദൈവം ദിവ്യാത്മാവിനെ നിന്നെ നിറയ്ക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് സ്വതന്ത്രം ഹല്ലേലൂയ. ചെറിയ തീ കത്തിയാൽ പോലും മുൾപ്പറപ്പ് കരിഞ്ഞ് ചാമ്പലായി മാറും. എന്നാൽ ഈ അഗ്നി സ്വർഗീയ അഗ്നിയാണ്. ഇത് ഭൂമിയിലെ അഗ്നിയല്ല, മുൾപ്പറപ്പിൽ കത്തി സ്വർഗത്തിലെ അഗ്നിയായിരുന്നു. സ്വർഗീയ അഗ്നിയാണ് നമ്മൾ ഇറങ്ങി വന്ന് കത്തേണ്ടത്. ഹല്ലേലൂയ. ആ അഗ്നി കത്തിയാൽ നിന്റെ ജീവിതം ഏറ്റവും സുഗമമായി മാറും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. നിനക്ക് കർത്താവിന്റെ കരങ്ങളിൽ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? മോശ ഏൽപ്പിച്ചു കൊടുത്തോ, യാക്കൂബിനെ ഏൽപ്പിച്ചു, പൗലോസ് ഏൽപ്പിച്ചു, പത്രോസ് ഏൽപ്പിച്ചതുപോലെ ഹല്ലേലൂയ മുൾപ്പറപ്പിന്റെ നടുവിൽ ആളിക്കത്തിയ നിന്റെ കുടുംബത്തിൽ, നിന്റെ ഭർത്താവിന്റെ മക്കളെയും നിന്റെ ഭവനത്തിലേക്ക് തീയൊന്ന് ആളുവാൻ ആത്മാവിന്റെ തീ സ്വർഗീയ നീ കത്തുവാൻ നീ ഒന്ന് വിട്ടുകൊടുത്താൽ നിന്റെ കുടുംബം എത്ര സന്തോഷമാകും. അതാണ് ലൂക്കോസ് സുവിശേഷം 12:49 പറഞ്ഞത്, ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു, അതിപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു എന്നല്ലാതെ ഞാൻ മറ്റൊന്നും ചെയ്യല്ലോ. അതേ ഭൂമിയിൽ തീയിടുവാൻ വന്ന കർത്താവ് ഈ തീ 120 വീണ്ടു കഴിഞ്ഞപ്പോൾ അവർ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറഞ്ഞാളിക്കത്തി അവർ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ആമേൻ. അതുവരെ ഉണ്ടായിരുന്ന മുള്ളിന്റെ സ്വഭാവങ്ങൾ മുഴുവൻ നീങ്ങിയിട്ട് ഇപ്പോൾ ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കാൻ തുടങ്ങി. കണ്ണുകൾ അടച്ചാട്ട് ഇതുപോലെ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ ഏതെങ്കിലും പ്രതികൂലത്തിന്റെ സാഹചര്യം കടന്നുപോയി, സങ്കടത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ നിന്റെ ജീവിതം നിരാശയാണ്, ദുഃഖമാണ്, നിന്നെ ആർക്കും വേണ്ട, നീ പ്രയോജനമില്ലാത്ത ഒരു മുള്ളു പോലെയാണ് നിന്റെ സ്വഭാവമെങ്കിൽ ഇന്ന് പകൽ ദൈവം നിന്നെ പുറപ്പെടുവിച്ചു, അമ്മയെ പുറത്തെടുവിച്ചു, അമ്മയെ നിനക്ക് പുറത്തെടുക്കുവാൻ ആഗ്രഹിക്കുക. നിന്നെ പ്രയോജനമുള്ള ദൈവത്തിന് സൗരഭ്യമായി മാറ്റുവാൻ എന്താണ് അസാധാരണമായ ശുശ്രൂഷ ദൈവം നിന്നെ ഏൽപ്പിച്ച് ദൈവം നിന്നെ കൃപയിൽ നിർത്തുവാൻ ആഗ്രഹിക്കുക. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേയും അതിനെ കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലും ഭാരതലോക രാജ്യങ്ങളിൽ 800 കോടിയിലധികം ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പാപത്തിന്റെ, ശാപത്തിന്റെ, രോഗത്തിന്റെ ബന്ധനങ്ങൾ അകപ്പെട്ട് കർത്താവേ, ആർക്കും വേണ്ടാതെ, ആർക്കും പ്രയോജനമില്ലാതെ മുള്ളുകളെ പോലെ മുള്ളിന്റെ സ്വഭാവം ഹല്ലേലൂയ ആമേൻ ജീവിതത്തിൽ നിറഞ്ഞത് പലരെയും ഇന്ന് പകൽ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നു. ഭൂതകാല ജീവിതം ഈ വർത്തമാനകാലം നോക്കിയാൽ പല വിധത്തിലും മുള്ളുകളാണ്. വാക്കുകൊണ്ടും നോട്ടം കൊണ്ടും പ്രവൃത്തി കൊണ്ടും എല്ലാം മുള്ളുകളായി നിൽക്കുന്ന ഈ ജനത്തിന് മേൽ അസ്വർഗീയ അഗ്നി ഒന്ന് കത്തിച്ച് കർത്താവ് ഇവരെ ദൈവത്തെ പ്രയോജനമുള്ള അസാധാരണ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവമേ കുടുംബത്തെ തെരഞ്ഞെടുക്കണമേ. കുടുംബമായി മാറിയത് കുടുംബത്തിനകത്തെ മുള്ളിന്റെ അനുഭവങ്ങൾ, ശാപത്തിന്റെ, ബന്ധനത്തിന്റെ കെട്ടുകൾ, ആചാര മന്ത്രവാദ ദുർമന്ത്ര ദുർഭൂത ശക്തികളെ കുടുംബത്തിൽ നിന്ന് വരത്തുപൊക്കാൻ ദേശത്തിന്റെ
ശക്തികളെല്ലാം നീക്കി മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെ പാത്മസാ ലഹരിയുടെ എന്നുവേണ്ടി ചെട്ടിക്ക് വിഭിചാര പരസംഗ അശുദ്ധിയുടെ ദുഷ്കാമത്തിന്റെ കൊട്ടേഷന്റെ തീവ്രവാദ ഭീകര വർഗീയവാദത്തിന്റെ എല്ലാ മുള്ളുകളെ ദൈവം നീക്കി കുടുംബത്തിനകത്ത് സമാധാന സന്തോഷം കൊടുക്കണമേ, ആശ്വാസം കൊടുക്കണമേ. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു തലമുറ ഈ ദിവസം ദൈവം എഴുന്നേൽപ്പിക്കണമേ. ഭൂമി തീരുമോ എന്ന കർത്താവ് ഈ ജനത്തിന്റെ ഹൃദയങ്ങൾ തീയിട്ട് അവരെ ആത്മാവിൽ നിറയ്ക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.